പറയിപെറ്റ പന്തിരുകുലം ഭാഗം 3. ഭാഗം 1ഉം 2ഉം കാണാത്തവർക്ക് ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുന്നുണ്ട്. വരരുചിയും ഭാര്യ പഞ്ചമിയും ദേശാന്തരങ്ങളിലൂടെ യാത്ര ചെയ്തു. മഹാകാലേശ്വരം, രാമേശ്വരം തുടങ്ങിയ പുണ്യദേശങ്ങളിലെല്ലാം അവർ എത്തിച്ചേർന്നു. ക്ഷേത്ര ദർശനം നടത്തിയായിരുന്നു യാത്ര. യാത്രക്കിടയിൽ ഒരുപാട് നല്ല കാര്യങ്ങൾ അവർ നാട്ടുകാർക്ക് വേണ്ടി ചെയ്തു കൊടുത്തു. എന്നാൽ അവർ ആരാണെന്നോ എന്താണെന്നോ എവിടെ നിന്ന് വന്നുവെന്നോ ആരോടും പറഞ്ഞില്ല. രണ്ടുപേരും അവരുടെ ലോകങ്ങളിൽ കഴിഞ്ഞുകൂടി. കുറച്ചു കാലത്തിനു ശേഷം പഞ്ചമി ഗർഭിണിയായി. പഞ്ചമിയുടെ ഉദരത്തിൽ വളരുന്ന പുത്രന് വേണ്ടിയായിരുന്നു വരരുചിയുടെ ചിന്ത. നിറവയറായിരുന്ന പഞ്ചമിക്ക് ശ്രേഷ്ഠ കാര്യങ്ങൾ ഉപദേശിക്കുകയും മനസ്സ് ചഞ്ചലപ്പെടാതിരിക്കാനുള്ള അറിവുകൾ നൽകുകയും ചെയ്തുകൊണ്ട് അദ്ദേഹം ഭാര്യയെ പരിപാലിച്ചു. പഞ്ചമിക്ക് പ്രസവ സമയമായി. പഞ്ചമി തേജോമയനായ ഒരു ആൺകുട്ടിക്ക് ജന്മം നൽകി. വരരുചി അടുത്തുള്ള ഒരു ജലാശയത്തിൽ കുഞ്ഞിനെ കുളിപ്പിച്ചു. സമയം തെറ്റും മുമ്പ് കുഞ്ഞിന്റെ ജാതക കർമ്മം നടത്തി. അവന്റെ തലയിൽ കൈവച്ച് അനുഗ്രഹിച്ചു. കുഞ്ഞിനെ എടുക്കാനായി പഞ്ചമി അടുത്തു ചെന്നതും ഗംഭീര ശബ്ദത്തിൽ വരരുചി പറഞ്ഞു, "വേണ്ട, എടുക്കണ്ട." അവൾക്ക് അതിശയം തോന്നി. വാക്കേറിയ പിള്ളക്ക് ദൈവം അന്നം കൊടുക്കും, വരരുചി വീണ്ടും പറഞ്ഞു. ആദ്യമായും അവസാനമായും തന്റെ പൊന്നോമനയ്ക്ക് ഉമ്മ നൽകി നിറകണ്ണുകളോടെ ആ അമ്മ ഹൃദയം തേങ്ങിക്കൊണ്ട് വരരുചിയുടെ പിന്നാലെ നടന്നു. ഈ സമയത്ത് മറ്റൊരാൾ കൂടി അവിടെ ഉണ്ടായിരുന്നു. മേയാൻ പോയ പശുക്കിടാവിനെ തേടി വന്ന ഉണ്ണിമായ. അപരിചിതരായ ആളുകളുടെ അനക്കം കേട്ട് അങ്ങോട്ട് ശ്രദ്ധിച്ചതായിരുന്നു അവൾ. അവർ പറയുന്നത് അവൾ കേട്ടു. അവർ പോയ ക്ഷണം അവൾ ആ കൈക്കുഞ്ഞിനെ എടുത്ത് മാറോട് ചേർത്തു. ആ കുഞ്ഞിനെയും കൊണ്ട് താൻ എവിടെ പോകുമെന്ന കാര്യത്തിൽ അവൾക്ക് യാതൊരു സംശയവും ഇല്ലായിരുന്നു. കുഞ്ഞിനെയും കൊണ്ട് പാണ്ഡ്യാല മനക്കിലേക്ക് ഉണ്ണിമായ നടന്നു. മനക്കിലെ ബാല്യക്കാരിയായ അവൾക്ക് മക്കളില്ലാത്ത ഇരുന്ന തമ്പുരാട്ടിയുടെ ദുഃഖം നന്നായി അറിയാമായിരുന്നു. നല്ല മനസ്സിനുടമയായിരുന്നു തമ്പുരാട്ടി. കുഞ്ഞുങ്ങളില്ലാത്തതിന്റെ ദുഃഖം അവരെ ഏറെ വേദനിപ്പിച്ചിരുന്നു. അവൾ ആ കുഞ്ഞിനെ തമ്പുരാട്ടിക്ക് നൽകി. ഏറെ കാലത്തെ മൂകതയ്ക്ക് ശേഷം തറവാട്ടിൽ സന്തോഷത്തിന്റെ വെട്ടം തെളിഞ്ഞു. ആ ദമ്പതികളുടെ മകനായി ആ കുട്ടി വളർന്നു. അവരവനെ ബ്രഹ്മദത്തൻ എന്ന് പേരിട്ടു. സാധാരണ കുട്ടികളെ പോലെ വികൃതിയോ ശല്യമോ ആയിരുന്നില്ല അവൻ. ബ്രഹ്മദത്തന്റെ നടപ്പും രീതികളുമെല്ലാം മറ്റു കുട്ടികളിൽ നിന്നും വ്യത്യസ്തമായിരുന്നു. ഒപ്പമുള്ള കുട്ടികൾക്ക് താൻ കേട്ട് പഠിച്ച ധർമ്മിഷ്ഠരായ രാജാക്കന്മാരുടെയും മറ്റും കഥകൾ പറഞ്ഞുകൊടുത്തു. ഒരു ദിവസം അമ്മയോടൊപ്പം കുളിക്കാനായി എത്തിയതായിരുന്നു ബ്രഹ്മദത്തൻ. അപ്പോൾ കല്ലിൽ വെച്ചിരുന്ന താളിപ്പാത്രം തിരികെ എടുക്കാൻ സാധിക്കാതെ അമ്മ കഷ്ടപ്പെട്ടു. വെച്ചിടത്ത് തറഞ്ഞതുപോലെയായിരുന്നു ആ താളിപ്പാത്രം. അമ്മ മകന്റെ സഹായം ചോദിച്ചപ്പോൾ ബ്രഹ്മദത്തൻ മറുപടി നൽകി, "അതിന് കിട്ടില്ല അമ്മേ, അത് ഞാനവിടെ ശിവപ്രതിഷ്ഠ നടത്തിയിരിക്കുകയാണ്." 5 വയസ്സ് തികയാത്ത ഉണ്ണി പ്രതിഷ്ഠ നടത്തുകയോ? മകന്റെ മറുപടി കേട്ട് അമ്മ സ്തബ്ധയായി. അങ്ങനെ കുട്ടിക്കാലം തൊട്ടേ വ്യത്യസ്തനായിരുന്നു ബ്രഹ്മദത്തൻ. എന്ത് പാഠവും ഒരു തവണ കേട്ടാൽ അതേപോലെ ഹൃദിസ്ഥമാക്കാനുള്ള പാഠവും ബ്രഹ്മദത്തന് ഉണ്ടായിരുന്നു. ബ്രഹ്മദത്തന്റെ ഗുരുവിനെ അതറിയാമായിരുന്നു. ശാസ്ത്ര പഠനം കഴിഞ്ഞ് മുതിർന്നപ്പോൾ അദ്ദേഹത്തിന്റെ ശ്രദ്ധ നാട്ടുകാര്യങ്ങളിലേക്ക് തിരിഞ്ഞു. അടച്ചിട്ട അമ്പലങ്ങൾ തുറന്ന് പൂജയും ആരാധനയും തുടങ്ങി. അദ്ദേഹത്തിന് ജാതിബോധമോ ഉച്ചനീചത്വമോ ഉണ്ടായിരുന്നില്ല. ഒരിക്കൽ 100 മേനി വിളഞ്ഞു കിടക്കുന്ന ഒരു പാടം തരിശായി കിടക്കുന്നത് കണ്ട് അദ്ദേഹം ഇടപെട്ടു. നാട്ടിലെ പ്രമാണിമാരുടെ തീരുമാനം മറികടന്ന് അവിടെ വിളവിറക്കാൻ ആർക്കും കഴിഞ്ഞിരുന്നില്ല. ഇത്തരം കാര്യങ്ങൾ ബ്രഹ്മദത്തന് അംഗീകരിക്കാൻ കഴിഞ്ഞിരുന്നില്ല. ഭൂമിയിൽ വിത്തെറിഞ്ഞ് വിശപ്പ് മാറ്റാനുള്ള അവകാശം എല്ലാവർക്കും ഉണ്ട് എന്നതായിരുന്നു അദ്ദേഹത്തിന്റെ ന്യായം. അദ്ദേഹം അതേ പാടത്ത് വിത്തെറിഞ്ഞ് 100 മേനി വിളയിച്ചു. അവിടെ ഒരു കാർഷിക വിപ്ലവം തന്നെ നടന്നു. കർഷകർക്കൊപ്പം പാടത്തിറങ്ങാൻ അദ്ദേഹത്തിന് മടിയുണ്ടായിരുന്നില്ല. കൊയ്തെടുത്തതെല്ലാം പട്ടിണി പാവങ്ങൾക്ക് വിശപ്പകറ്റാൻ നൽകി. ഇത്തരം പലതരം സാമൂഹ്യ പ്രവർത്തനങ്ങളിൽ അദ്ദേഹം വ്യാപൃതനായി. ഇങ്ങനെയുള്ള യാത്രക്കിടയിൽ അദ്ദേഹം തന്റെ മറ്റ് 11 സഹോദരങ്ങളെ കണ്ടെത്തുകയും ചെയ്യുന്നുണ്ട്. അങ്ങനെ ഒരിക്കൽ തിരുമാന്നാങ്കുന്നിൽ എത്തിയപ്പോൾ ഒരു നവജാത ശിശുവിന്റെ കരച്ചിൽ കേട്ടു. തൊട്ടടുത്ത് നിന്ന് സ്ത്രീയും പുരുഷനും പരസ്പരം സംസാരിക്കുന്നുണ്ട്. കുഞ്ഞിന് മുലപ്പാൽ നൽകാനാവാതെ ആ സ്ത്രീ വിഷമിക്കുകയായിരുന്നു. ഒപ്പമുണ്ടായിരുന്ന പുരുഷൻ എന്തോ മന്ത്രം ചൊല്ലി കുഞ്ഞിനെ അവിടെ കിടത്തി. അവർ കുഞ്ഞിനെ അവിടെ വിട്ടുപോയി.
കുഞ്ഞിന്റെ നെറ്റിയിൽ ചന്ദ്രക്കല തിളങ്ങി. അത് തന്റെ സഹോദരനാണെന്നും ആ വഴി കടന്നു പോകുന്നത് തന്റെ മാതാപിതാക്കളാണെന്നും ബ്രഹ്മദത്തന് മനസ്സിലായി. അന്ന് അവിടെ ഉപേക്ഷിച്ച കുഞ്ഞാണ് പിന്നീട് വായില്ലാ കുന്നിലപ്പനായി അറിയപ്പെട്ടത്. പിന്നീട് ബ്രഹ്മദത്തൻ ശൃംഗേരിയിൽ വേദസദസ്സിന് അധ്യക്ഷൻ വഹിക്കാനെത്തി. തിരികെ പോരുമ്പോൾ ഒരു സംശയ നിവൃത്തിക്കായി തന്നെ വന്നു കണ്ട ചെറുപ്പക്കാരനെ അദ്ദേഹം ശ്രദ്ധിച്ചു. നെൽവയലിൽ വിത്തെറിയാൻ വന്ന കർഷകന് കിട്ടിയ കുഞ്ഞാണ് വളർന്ന് തന്റെ മുന്നിൽ നിൽക്കുന്നത്. ആ ചെറുപ്പക്കാരൻ തന്റെ രക്തമാണ് എന്ന് അദ്ദേഹം തിരിച്ചറിഞ്ഞു. വള്ളോൻ എന്നായിരുന്നു അദ്ദേഹത്തിന്റെ പേര്. പന്തിരുകുലത്തിലെ ബാക്കി 10 പേരെ കൂടി കണ്ടെത്താൻ അദ്ദേഹം വള്ളോനോട് പറഞ്ഞു. പിൽക്കാലത്ത് സഹോദരങ്ങളെ എല്ലാവരെയും കണ്ടെത്താൻ അവർക്ക് കഴിഞ്ഞു. മറ്റൊരിക്കൽ ബ്രഹ്മദത്തന് ചോള രാജാവായ കരികാല ചോളന്റെ ദൂത് വന്നു. കാവേരി നദിയിലെ ചുഴി മൂലമുണ്ടായ വെള്ളപ്പൊക്കം മാറ്റാൻ ആവശ്യപ്പെട്ടായിരുന്നു ആ ദൂത്. ആവശ്യപ്രകാരം അദ്ദേഹം അവിടെ എത്തി. കാവേരി നദിയിൽ മുങ്ങിയ ബ്രഹ്മദത്തൻ 3-ാം നാൾ 3 ശൂലങ്ങളുമായി പൊങ്ങി വന്നു. സ്വർണം കൊണ്ടും വെള്ളി കൊണ്ടും ഇരുമ്പ് കൊണ്ടും നിർമ്മിച്ച ശൂലങ്ങളായിരുന്നു അവ. സ്വർണം കൊണ്ടുള്ളത് വീട്ടിൽ സ്ഥാപിച്ചു, വെള്ളി കൊണ്ടുള്ളത് ഭാരതപ്പുഴയിൽ സ്ഥാപിച്ചു. വെള്ളിയാം കല്ല് എന്ന് അവിടം അറിയപ്പെട്ടു. കുറച്ചു കാലത്തിനു ശേഷം മറ്റൊരു വലിയ യാഗത്തിനായി ബ്രഹ്മദത്തൻ ഭാരതപ്പുഴയുടെ തീരത്തെത്തി. 100 ദിവസത്തെ യാഗം പൂർത്തിയാക്കാനുള്ള പുറപ്പാടിനൊടുവിൽ യാഗശാല അഗ്നിക്കിരയായി. ആ യാഗത്തിനു ശേഷം മേയത്തോൾ ബ്രഹ്മദത്തൻ അഗ്നിഹോത്രി എന്നറിയപ്പെട്ടു. കാലം പോകവെ സഹോദരങ്ങളായ പാക്കനാർ, നാറാണത്ത് ഭ്രാന്തൻ, വൈദ്യമഠം, രജകൻ, ഉപ്പുകൊറ്റൻ, പാണൻ എന്നിങ്ങനെ പറയപ്പെട്ട മക്കളെ മുഴുവൻ അഗ്നിഹോത്രിയും വള്ളോനും ചേർന്ന് കണ്ടെത്തി. വള്ളോൻ സഹോദരങ്ങളുടെ വിവരങ്ങൾ പറയുന്നതിനിടെ അപ്പുറത്തെ കാട്ടിൽ നിന്നും ഒരു കരച്ചിൽ കേട്ടു. വാർദ്ധക്യം കഴിഞ്ഞ ഒരു സ്ത്രീ കാട്ടിലെ പച്ചിലകൾക്ക് മുകളിൽ കിടക്കുന്നു. എഴുന്നേറ്റിരിക്കാൻ കഴിയാത്ത വിധം പരവശയായിരുന്നു അവർ. അപ്പോൾ അവർ പരാതി പറയുന്നുണ്ടായിരുന്നു. എവിടെയാണ് എൻ്റെ മക്കൾ? പുരുഷ ശബ്ദം അപ്പോഴും കർക്കശമായിരുന്നു. വള്ളോനും അഗ്നിഹോത്രിയും ശബ്ദം കേട്ടിടത്തേക്ക് ചെന്നു. അപ്പോൾ കൂടെ ഉണ്ടായിരുന്ന പുരുഷരൂപം എങ്ങോട്ടോ മാറി. ഈ കിടക്കുന്നത് ഞങ്ങളുടെ അമ്മയാണെന്ന് അഗ്നിഹോത്രി തിരിച്ചറിഞ്ഞു. അദ്ദേഹം അമ്മയുടെ പാദങ്ങൾ സ്പർശിച്ചു. സ്നേഹത്തോടെ അവരെ ചേർത്ത് പിടിച്ചു. മന്ത്രങ്ങൾ ചൊല്ലിയ ശേഷം 12 തുള്ളി വെള്ളം അവരുടെ വായിലിറ്റിച്ചു. എല്ലാ മക്കൾക്കും വേണ്ടി. ബന്ധങ്ങളും ദുഃഖങ്ങളും ഇല്ലാത്ത ലോകത്തേക്ക് ആ അമ്മ യാത്രയായി. അവർ ആ അമ്മയ്ക്ക് വേണ്ടി കാട്ടുമരങ്ങൾ കൊണ്ട് ചിതയൊരുക്കി അമ്മയെ ദഹിപ്പിച്ചു. ഒപ്പമുണ്ടായിരുന്ന പുരുഷനെ അവർ നമസ്കരിച്ചു. അവരുടെ പിതാവായ വരരുചിയായിരുന്നു അത്. ആ രൂപം ഒന്നും പറയാതെ, ഒന്ന് തിരിഞ്ഞു നോക്കുക പോലും ചെയ്യാതെ നടന്നകന്നു. അടുത്ത വർഷം അമ്മയുടെ ശ്രാദ്ധ ദിനത്തിൽ സഹോദരങ്ങളെല്ലാം പാണ്ഡ്യാല തറവാട്ടിൽ വന്നു ചേർന്നു. ശ്രാദ്ധം കഴിഞ്ഞ് അവിടെ ഗുരുകുലം സ്ഥാപിക്കാൻ അവർ തീരുമാനിച്ചു. ഓരോ വിഷയത്തിലും പ്രാഗൽഭ്യമുള്ള ഗുരുനാഥന്മാരെ തിരഞ്ഞെടുത്ത് ഗുരുകുലം പ്രവർത്തിച്ചു തുടങ്ങി. കാലം കഴിഞ്ഞു. അഗ്നിഹോത്രിയുടെ ജീവിത സംസാര ചക്രയിലെ ചെറുതും വലുതുമായ ഏടുകൾ തുടർന്നു. അന്നൊരു ദിവസം വളരെ വൈകിയാണ് അഗ്നിഹോത്രി ഉറങ്ങാൻ പോയത്. കുറച്ചു കഴിഞ്ഞപ്പോൾ അദ്ദേഹത്തിന്റെ പത്നി ഉറക്കെ കരഞ്ഞുകൊണ്ട് പുറത്തേക്ക് ഓടി വന്നു. ഒപ്പമുള്ളവരും ഇറങ്ങി നോക്കി. വടക്കിനിയിൽ ചമ്രം പടിഞ്ഞിരിക്കുകയായിരുന്നു അഗ്നിഹോത്രി. ദീർഘമായി ശ്വാസോച്ഛ്വാസം ചെയ്യുന്നുണ്ടായിരുന്നു. ഒരു ഘട്ടം കഴിഞ്ഞപ്പോൾ അദ്ദേഹത്തിന്റെ മൂർധാവിൽ നിന്ന് അഗ്നി പടർന്നു. ആ പ്രകാശം മുറിയാകെ നിറഞ്ഞു. ആ പ്രകാശം അഗ്നിഹോത്രിയുടെ ശരീരത്തെ ഭസ്മമാക്കി. അവിടമാകെ സുഗന്ധം പരന്നു. തന്റെ ജന്മനിയോഗങ്ങൾ പൂർത്തീകരിച്ചുകൊണ്ട് അദ്ദേഹം കാലയവനികയ്ക്കപ്പുറത്തേക്ക് മറഞ്ഞു. അറിവ് പകർന്നു നൽകുക വഴി കാലഘട്ടത്തിന്റെ രീതികളെ തച്ചുടയ്ക്കാൻ അദ്ദേഹം എപ്പോഴും ജാഗരൂകനായിരുന്നു. അതുകൊണ്ടായിരിക്കാം അദ്ദേഹത്തിന്റെ ജീവിതകഥ ഇപ്പോഴും പ്രസക്തമായി തുടരുന്നത്.